space of Navas. അല്ല പഴംപൊരി മറന്നു വീട്ടിൽ വെച്ചിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രോമിയാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാണ് നിമി പാരീസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വ്ളോഗിങ് ഞങ്ങൾ ഒരുമിച്ചാണ് കുറച്ച് ദിവസത്തേക്ക്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഔട്ടിംഗ് ആകാം അല്ലേ? അപ്പോൾ ഏവർക്കും സഹോദരീസിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഞങ്ങൾ ഈ വ്ളോഗിലൂടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഒരു പിക്നിക് മൂമെന്റ് ആണ്. ഒരു ഈവനിങ് അല്ലെങ്കിൽ ഡിന്നർ പിക്നിക് ആണ് കേട്ടോ. കാരണം നല്ല വെയിലാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു 5-5:30 ശേഷം എടുത്തൊരു വ്ളോഗിംഗ് ആണ്. ഈ വെയിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു വെളിച്ചം കണ്ടിട്ട് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കരുത്. ഇവിടെ ഇങ്ങനെയാണ് സമ്മർ ടൈമിൽ. അപ്പോൾ നല്ല വെയിലാണ്, 31 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പോലെ സുഖമാവുള്ളൂ. അപ്പോൾ ഇവിടെ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് വേറെ എവിടെയുമല്ല, എന്താ കണ്ടില്ലേ, ഈഫൽ ടവറിന്റെ താഴെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അവിടെ വലിയൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കപ്പയും ബീഫും നല്ല ചായയും കുടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മൊമെന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതിലാണ്. അത്യാവശ്യം നിങ്ങൾ കണ്ടല്ലോ, കുറച്ച് പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ ഞാൻ ബാക്കിയൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വിടാണ് കേട്ടോ. അങ്ങനെ 10 മാസത്തിന് ശേഷമാണ് നിമി തിരിച്ച് പാരീസിൽ വരുന്നത്. ആദ്യത്തെ വട്ടമാണ് ഇത്രയും വലിയൊരു ലോങ് ഗ്യാപ്പ് കേട്ടോ. അപ്പോൾ കോവിഡൊക്കെ അതിനൊരു റീസൺ തന്നെയായിരുന്നു. അപ്പോൾ പുതിയതായി സബ്സ്ക്രൈബ് ചെയ്തവർ, അതുപോലെ തന്നെ ഇപ്പോഴും കുറച്ച് പേർക്കൊക്കെ അറിയാത്ത കാര്യമാണ്, ഞങ്ങൾ 2 സിസ്റ്റേഴ്സാണ്. 2 സ്ഥലത്ത് നിന്നാണ് വ്ളോഗിങ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ നിങ്ങളുടെ ചോദ്യങ്ങളും എല്ലാ കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇൻസ്റ്റ വഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയാനുണ്ട്. അപ്പോൾ ഇനിയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിത് പറയണ്ടേ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഹിഡൻ ചാലഞ്ച് എന്തായിരുന്നു? അതില് കുറെ പേർക്ക് എല്ലാം കിട്ടി, ഒരെണ്ണം ഒഴികെ. ഇതുവരെ കേട്ടോ, ഇതുവരെ നമ്മൾ കണ്ടില്ല ആൻസർ. ഇല്ല, ഇതുവരെ നമ്മൾ പോസ്റ്റ് ചെയ്ത് 2-3 hours ബാക്ക്. ഞാൻ ഇപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് തോന്നുന്ന കിട്ടിയിട്ടില്ല. ഒരു മിനിറ്റ്. ജർമ്മനി ടു പാരീസ് ക്ലോസിംഗ് ടൈം കാണിച്ചത് കൊണ്ടാണ് ക്ലോസിംഗ് ടൈം പറഞ്ഞത്. സിസ്റ്ററിന്റെ വോയിസ് ഇടയ്ക്കുണ്ട്. സ്പേസ് ഓഫ് നവാസ് ആണ് കണ്ടുപിടിച്ചത്. ഗുഡ് ജോബ്. ഓക്കെ. വേറെ ആരെയും കണ്ടുപിടിച്ചോ? വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ വായിച്ചു നന്നായിട്ടോ. കറക്റ്റ് സമയത്ത് വായിച്ചത്. അതെ. അപ്പോ ഞാൻ എന്റെ വോയിസ് അതിലുണ്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് സ്പേസ് ഓഫ് നവാസ്. ആക്ച്വലി വിന്നിംഗ് ആയിട്ട് ഒന്നുമില്ല. എന്നാൽ നമുക്കൊരു 10,000 സബ്സ്ക്രൈബർ ഒക്കെ ആയാൽ നമുക്കൊരു ഗിവ് അവേ ഒക്കെ ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അതിൽ കുറേ അതിന് നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം എന്ന് ശരിക്കും പറഞ്ഞു. ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് എന്നിട്ട് ഒരു അടിപൊളി ഗിവ് അവേ ചെയ്യണം. അപ്പൊ ഈഫൽ ടവറിന്റെ മുന്നിലാണ് ഇന്ന് ഞങ്ങളുടെ പിക്നിക് സ്പോട്ട്. ഇവിടെ ഞങ്ങൾ പഴംപൊരി, പാൽക്കപ്പ, അല്ല പഴംപൊരി മറന്നു വീട്ടിൽ വെച്ചിട്ട്.
അതാണ് പഴംപൊരി മറന്നു. പിന്നെ പാൽക്കപ്പ, ബീഫ്, പിന്നെ എന്താണ് ഉള്ളത് നമുക്ക് മഖ്ലൂബ, നമ്മളുടെ ഫൈസ മഖ്ലൂബ ഉണ്ടാക്കി. പിന്നെ ഒരു പാസ്ത സാലഡ് ഉണ്ട്. മെലനൊക്കെ മറന്നു, എല്ലാം മറന്നു, കുറേയൊക്കെ മറന്നു. ചായ, അടിപൊളി ചായ. പിന്നെ വെതർ നല്ലതാ. ഇന്ന് 31 ഡിഗ്രിയാണ് ഇവിടെ. പക്ഷെ കാറ്റുണ്ട്, അതുകൊണ്ട് അറിയുന്നില്ല. ഇഷ്ടംപോലെ ജനങ്ങളുണ്ട് ഇവിടെ. നോക്കിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആരും മാസ്ക് ഇട്ടിട്ടില്ല. കോവിഡ് ഒന്നും പറയേയില്ല. ഞാൻ ബാക്കിയുണ്ട് മഖ്ലൂബൊക്കെ കഴിച്ചിട്ട്. നിങ്ങളുടെ ഇന്നലത്തെ വ്ളോഗിൽ നിമ്മി ആക്ച്വലി 2 ചോദ്യവും ഒരു ചാലഞ്ചാണ് നിങ്ങൾ ചെയ്തിരുന്നത്. അപ്പോൾ ചോദ്യങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആൻസറായി കിട്ടി. അപ്പോൾ അതിലത്തെ കുറച്ച് പേരുടെ ആൻസറൊക്കെ ഞങ്ങൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ചാലഞ്ച് ഇതായിരുന്നു. ആക്ച്വലി ആ ഒരു സ്റ്റേഡിയം ഭാഗത്ത് മാത്രം ഞാനൊന്ന് വോയിസ് ഓവർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ 2 പേരും വോയിസുകൾ തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ആക്ച്വലി ചാലഞ്ച്. അപ്പോൾ അത് ഇവിടെ സ്പേസ് ഓഫ് നവാസിന് മാത്രമേ കിട്ടിയുള്ളൂ. നല്ല ഒബ്സർവേഷനും ആള് പലരുടെയും കമന്റിലൊക്കെ ഞാനൊരു ചെറിയ ക്ലൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് ആൾക്ക് കിട്ടി. വളരെ നല്ല ആൻസർ ആയിരുന്നു. അപ്പൊ ഇനി ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്കിനി കുറച്ച് പാട്ടൊക്കെ കേട്ടിരിക്കാം. അതുപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ട്. ഓക്കെ, My God. Let it go, let it go. Don't wanna win the sky. Let it go, let it go. Don't wanna win the sky. And here I say, and here I say, let the song make God. അപ്പോൾ ഇവിടെ സാരക്കുട്ടിക്കും ആരിഫിനും ഒരു സ്പെഷ്യൽ താങ്ക്സ് ആണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. കാരണം അവർ കാരണമൊക്കെയാണ് ഞങ്ങൾ ഇത്രയും നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. ടൈം പോയതേ അറിഞ്ഞില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ഗ്യാതറിങ്. നമുക്കറിയാലോ ഈ ഒരു കോവിഡ് കാലത്തൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ശരിക്കും അവരോടാണ് വലിയൊരു നന്ദി പറയാനുള്ളത്. To be a rock and not to roll.
ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങളും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞങ്ങളെ പോലെ സാറക്കുട്ടിയുടെയും ആരിഫിൻ്റെ ഒക്കെ സോങ്സ് ഒക്കെ കേട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ, കമൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ടൈം കാണാം. അതുവരെ സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ.